ലവ് ജിഹാദിലൂടെ 400 പേരാണ്, 400 ക്രിസ്ത്യൻ യുവതികളാണ് മുസ്ലിമായി മാറിയത്. ഈ വീഡിയോ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കണം, നിങ്ങളിത് ഷെയറും ചെയ്യണം. കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞതാണ് 400 ക്രിസ്ത്യൻ യുവതികൾ ലവ് ജിഹാദിലൂടെ മുസ്ലിമായിട്ട് മാറിയെന്ന്. PC ജോർജിനോടൊരു ചോദ്യം. ഇന്നൊരു വാർത്ത വന്നു, രാജസ്ഥാനിലെ ഒരു പള്ളിയിലെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഹൈന്ദവരായി മാറിയെന്നും പറഞ്ഞുകൊണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ മുഴുവൻ വിശ്വാസികളും ഹൈന്ദവരായി മാറി, അതോടൊപ്പം തന്നെ അവിടുത്തെ പുരോഹിതൻ പൂജാരിയായി മാറിയെന്നും പറഞ്ഞത് PC ജോർജിന്റെ വായിൽ പിരിവെട്ടിയിരിക്കുമായിരുന്നു, അതോ PC ജോർജിന്റെ അണ്ണാക്കിൽ പഴം തിരിയേക്കുമായിരുന്നു? അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഈ കേരളത്തിൽ മുഴുവൻ ഇത്രയും മോശമായ രീതിയിൽ വർഗീയത പടർത്തിയെടുത്ത് തനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? RSS ആണ് ഈ രാജസ്ഥാനിലെ സംഭവം നടന്നത്, RSSന്റെ നേതൃത്വത്തിലാണ്. RSS അവരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റം നടത്തിയതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കല്യാണം കഴിച്ചത് ജഗതി ശ്രീകുമാറിന്റെ മകളെയാണ്. അവരെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുന്നു. പക്ഷെങ്കിൽ അവരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവരെ ഹിന്ദു ആയിരുന്ന അവരെ ക്രിസ്ത്യാനിയാക്കി മാറ്റി അൽഫോൺസ എന്ന പേരിലേക്ക് മാറ്റുകയും കൂടെ ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത മഹത് വ്യക്തിയായ PC ജോർജ് ആണ് ഇമാരി ഇല്ലായ്മ വിളിച്ചു പറയുന്നത്. ഈ കേരളത്തിന്റെ സമൂഹത്തിന് ഇത്രയധികം മലീമസമാക്കുന്ന PC ജോർജ് ശശികലയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. RSSന്റെയും BJPയുടെ നേതാക്കന്മാരുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചതിന് ശേഷം ഇറക്കുന്ന ഇമാരി തോന്നിയവാസങ്ങളും ഇല്ലായ്മ തരങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറക്കിയാൽ PC ജോർജും മകനും ഒരുമിച്ച് ആറ്റിൽ കൂടി ഒഴുകിപ്പോകേണ്ട അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്.